അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വാർഡ്രോബ് പണിയുന്ന മുന്നേ നമ്മുടെ റൂമിൻ്റെ ഒരു മുന്നത്തെ ഒരു ലുക്ക്. ഇതൊരു ചെറിയ റൂമാണ്. അപ്പോൾ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാർഡ്രോബ് പ്ലസ് വർക്ക് സ്റ്റേഷൻ പണി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എല്ലാം വരച്ചത് അച്ഛനാണ്. അപ്പോൾ പിന്നെ ഇതാണ് നമ്മുടെ മറ്റേ ലെഫ്റ്റ് സൈഡിലുള്ള വാർഡ്രോബിൻ്റെ ഡിസൈൻ. പിന്നെ വാർഡ്രോബിൻ്റെ താഴെ ചേർന്നൊരു സ്റ്റൂളിൻ്റെ ഡിസൈൻ. അപ്പോൾ പിന്നെ ഇതാണ് ഡെസ്കിൻ്റെയും അതിൻ്റെ മേലെയും സൈഡിലൊക്കെ ഒരു ഡിസൈൻ. ഇത് ഫുള്ളും അച്ഛനാണ് വരച്ചത്. ഇത് ഫുള്ളും പ്ലാൻ ചെയ്തതും വരച്ചതും അച്ഛനാണ്. വാർഡ്രോബ് ഉണ്ടാക്കാൻ നമ്മൾ WPC എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് എടുത്തത്. ഡെൻവുഡിൻ്റെ കമ്പനിയാണത്. ഇത് ലൈറ്റ് വെയ്റ്റും ആണ്, സ്ട്രോങ്ങും ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽ എടുക്കാൻ കാരണം. അപ്പോൾ നമ്മുടെ കാർപ്പൻ്റർ അങ്കിൾ ആദ്യം കബോർഡിൻ്റെ ഒക്കെ വർക്ക് തുടങ്ങിയതാണ്. എന്താ ഇവിടെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മുടെ കാർപ്പൻ്റർ അങ്കിൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്ത കബോർഡാണ്. ഇതിലൊക്കെ രണ്ട് സൈഡിലും കബോർഡ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇവിടെ കുറേ കൂടെ വർക്കൊക്കെ ഉണ്ട്. ഇവിടെ ഡോറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം, പിന്നെ അത് ഇതൊക്കെ വർക്കുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നത് നമ്മുടെ കാർപ്പൻ്റർ അങ്കിൾ മേലത്തെ ഷെൽസൊക്കെ ഫിറ്റ് ചെയ്ത്. അപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ കാർപ്പൻ്റർ അങ്കിൾമാർ മേലത്തെ സ്റ്റോറേജ് ഷെൽസൊക്കെ ഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫിറ്റ് ചെയ്യുന്ന ശേഷമാണ് ഇതിൻ്റെ നമ്മുടെ കബോർഡിൻ്റെ ഒരു ലുക്ക്. ഇനിയും കുറേയൊക്കെ വർക്കുണ്ട്. ഇവിടെ ഡോറൊക്കെ പിടിപ്പിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ വാർഡ്രോബിൻ്റെ ഫൈനൽ ലുക്ക്. ഡോർസും ഹാൻഡിൽസും എല്ലാം ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തതിൽ ഞാനൊക്കെ എല്ലാം തുറന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പുതിയ വാർഡ്രോബ്. എൻ്റെ അമ്മയുടെയാണ്. അപ്പോൾ ഞാൻ ഇതിനെ കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിൻ്റെ പ്ലാൻസ് ആയിട്ടൊക്കെ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതൊരു മിററാണ്. അതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ പോലത്തെ ഇങ്ങനെ ഷെൽഫ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേക്കപ്പ് ഐറ്റംസ് അങ്ങനെയൊക്കെ വെക്കാൻ, അങ്ങനെയൊക്കെ വേറെ സാധനങ്ങളൊക്കെ വെക്കാനാണ്. പിന്നെ ഇവിടെ ഒരു ഡ്രോർ ഉണ്ട്. സെയിം മേക്കപ്പ് ഐറ്റംസ് അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പൊ ഇത് കണ്ട ഒരു ഡ്രോർ പോലെ തോന്നും, പക്ഷെ ആക്ച്വലി അത് ഡ്രോറും പിന്നെ ചെയറുമാണ്. ഇതിൻ്റെ അകത്തും കുഞ്ഞു കുഞ്ഞു ഡ്രോവേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിലിരിക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെയൊക്കെ മേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ സത്യമായിട്ടും ഇത് തിരിച്ചും വെക്കാൻ പറ്റും. അപ്പോ ഇതാണ് ഒരു കൺവെർട്ടബിൾ ഡെസ്ക്, അറ്റാച്ചബിൾ ഡെസ്ക്. അതെ, അപ്പൊ അതാണ്. ഇതാണ് നമ്മുടെ ഗ്ലാസ് ഷെൽഫ്. പുഷ് ചെയ്യുന്ന ഒരു ഷെൽഫാണ്. എന്നുവെച്ചാൽ ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ അതിങ്ങനെ തുറന്നു വരും. ഇതൊരു ഗ്ലാസ് ഷെൽഫാണ്. പിന്നെ ഇവിടെ ബുക്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനും അത് പിന്നെ ഇവിടെ വെക്കാനൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. അല്ലെങ്കിൽ വേറെ സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ ഇവിടെ മേലെ എന്തെങ്കിലും പഴയ ബുക്സോ അല്ലെങ്കിൽ അത് ഇതൊക്കെ വെക്കാം. പിന്നെ ഇത് അമ്മയുടെ മോണിറ്ററാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ മേലെ ഷെൽഫിന് എനിക്ക് എത്തില്ല, പക്ഷെ അവിടെ ഇതൊക്കെ സാധനം വയ്ക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ വാർഡ്രോബിൻ്റെ ഫൈനൽ ലുക്ക്. ഇവിടെയൊക്കെ ബുക്സ് വയ്ക്കാം, ഇവിടെയൊക്കെ ചെടികളൊക്കെ വയ്ക്കാം, ഇവിടെയൊക്കെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വയ്ക്കാം, ഇവിടെയൊക്കെ മോണിറ്റർ വയ്ക്കാം. Hope you liked our video. Like and subscribe. Bye bye guys.